പടം കുഴപ്പമില്ല, നല്ല എൻ്റർടൈനറാണ്, ത്രില്ലറാണ് പടം, സസ്പെൻസ് ത്രില്ലറാണ് ജോണർ. നസ്രിയയുടെ ഒരു തിരിച്ചുവരവ് ഗംഭീരമാക്കിയിട്ടുണ്ട്. നസ്രിയയുടെ നമ്മൾ പഴയതിനു മുമ്പ് കണ്ടേക്കുന്ന ഒരു നസ്രീനല്ല ഇതിൻ്റെ അത് കാണാൻ പറ്റുന്നത്. നോർമലായിട്ട് അഭിനയിച്ച് വന്നിട്ട് അവസാനം നസ്രിയ ഇതിൻ്റെ അത് തകർത്തിട്ടുണ്ട്. ബേസിൽ ജോസഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കോമഡി അങ്ങനത്തെ ഒരു ജോണറിലാണ് പടം പോകുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഈ പടം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അത്ര പിടി തരുന്നില്ല. ഒരു കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്തു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പടം മൊത്തത്തിൽ വേറൊരു ജോണറിൽ വേറൊരു ടൈപ്പ് ഇതിലേക്കാണ് മാറുന്ന പടം. തിയേറ്ററിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് കണ്ടിരിക്കുക. നല്ല സിനിമ, കിരണ്ട ത്രില്ലടിപ്പിക്കുന്നതാ. ആ കോമഡി അല്ല, ചെറിയ രീതിയിലുള്ള കോമഡിയൊക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ട് എടുത്തിട്ടുണ്ട്. ത്രില്ലറാണ് പടം. ഒരു അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് കഥ മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾ പിടിച്ചിരുത്തി കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടേയിരിക്കും. എന്താണ് നമുക്ക് ഒരു പിടുത്തം തരുന്നില്ല. അവസാനം കോമ്പോ കൊള്ളാം, അടിപൊളി. നസ്രിയ നല്ല അടിപൊളി പെർഫോമൻസാണ്. ബേസിലും കുഴപ്പമില്ല. കോമഡി ഒന്നുമില്ല, കോമഡി അല്ല, ഒരു സസ്പെൻസ് ത്രില്ലറാണ് പടം. അതാണ് ഒരു എന്ന് പറഞ്ഞാൽ കംബാക്കാണ്, അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ മൂവി എന്ന് പറഞ്ഞാൽ സസ്പെൻസ് ആയതുകൊണ്ട് മൂവിയെക്കുറിച്ച് കഥയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സസ്പെൻസ് ആണ്. വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ദൃശ്യത്തിന് ശേഷം ദൃശ്യത്തിൻ്റെ വേറൊരു ലെവൽ ഐറ്റമാണ്. അതായത് ഒരു ഫാമിലി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം. നസ്രിയനെയും ബേസിലും നമ്മൾ ഈ കണ്ടേക്കുന്ന ലെവലിൽ നിന്നൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. എൻഗേജിങ് ആണ്, ബെറ്റർ സ്ക്രിപ്റ്റ്, ബെസ്റ്റ് ഡയറക്ഷൻ, എവറി ഏരിയ പടം പിടിച്ചിട്ടുണ്ട്. തിയേറ്റർ വാച്ചുകളാണ്, ഫാമിലി കയറും, പടം കത്തും. ഉറപ്പായിട്ട് ഇതൊരു വേറൊരു ലെവൽ ഐറ്റത്തിലോട്ട് പോകാനുള്ള എല്ലാ ചാൻസസ് ഈ പടത്തിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദൃശ്യത്തിൻ്റെ വേറൊരു ലെവൽ ഐറ്റം എന്നൊക്കെ പറയാവുന്ന രീതി ഇതിലൊരു പക്കായിട്ടൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നസ്രിയനെയും ബേസിൽ ഇതുവരെ കണ്ടേക്കുന്ന ഒരു ലെവലിൽ നിന്ന് ടോട്ടലി വേറെ ലെവലിലോട്ടാണ് പടം പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ മേക്ക് ഓവറും പെർഫോമൻസൊക്കെ സൂപ്പർബായിട്ടുണ്ട്. പടം തിയേറ്ററിൽ കത്തും. സൂപ്പർ പൊളിയാണ്. ബേസിൽ എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് ഒരു രക്ഷയില്ല. ഓരോ പടങ്ങളും വ്യത്യസ്തമായിട്ടാണ് ചെയ്യണത്. അതേപോലെ നസ്രിയ കംബാക്ക് എന്ന് പറഞ്ഞാൽ കംബാക്കാണ്. എങ്ങനെ പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ തിയേറ്ററിൽ തന്നെ ചെയ്യണത്. കാരണം അത്രയും സസ്പെൻസാണ്. കഥ കേൾക്കാണ്ട് മൂവിയെക്കുറിച്ച് ഒരു ഹിൻഡ് പോലും കിട്ടാണ്ട് നമ്മൾ പോയി കാണണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇഷ്ടം നമുക്ക് വരുന്നത്.